അവസാനം ജാതി സെൻസസ് എന്ന ആവശ്യം കൊണ്ട് ശ്വാസം മുട്ടിയ കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തു. എല്ലാത്തിനും ഒപ്പമുണ്ടാകുമെന്ന് മോദി കണക്ക് കൂട്ടിയ ഘടകകക്ഷികൾ ജാതി സെൻസസിന്റെ കാര്യത്തിൽ മാത്രം കൂടെ നിന്നില്ല. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിടിവാശിക്കൊടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ BJP അവസാനം ജാതി സെൻസസിന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. ജാതി സെൻസസ് വിഷയത്തിൽ മോദിക്ക് മുന്നേ ഗോൾ അടിച്ചിരിക്കുകയാണിപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ജാതി സെൻസസ് നടത്താനുള്ള പെട്ടെന്നുള്ള തീരുമാനത്തിന് ശേഷമുള്ള ആദ്യ പരീക്ഷണം ബീഹാറിൽ നടത്തുമെന്നാണ് നിതീഷിന്റെ പ്രഖ്യാപനം വന്നത്. പ്രതിപക്ഷത്തിന് ഒന്ന് അടക്കി നിർത്തുവാനും ഘടകകക്ഷികളെ ഒന്ന് സുഖിപ്പിക്കാനും വേണ്ടി പറഞ്ഞതാണെങ്കിലും ജാതി സെൻസസ് എന്ന വിഷയം തലയിൽ ഇടുത്തി വീഴും പോലെയായിരുന്നു മോദിക്കും കൂട്ടർക്കും കിട്ടിയത്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്താമെന്ന അംഗീകാരം നൽകിയതോടെ നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും മുന്നിൽ മോദി മുട്ടുമടക്കിയതാണ്. ഇതാ ഇപ്പോൾ നിതീഷിന് കൂടി ഒപ്പം ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയും ആവേശവും ഉയരുകയാണ്. ജാതി സെൻസസ് ആവശ്യപ്പെട്ട ആദ്യ സംസ്ഥാനം ബീഹാർ ആയിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർവകക്ഷി സംഘം 2021 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ജാതി സെൻസസ് നടത്തുവാൻ കേന്ദ്രം കഴിവില്ലായ്മ പ്രകടിപ്പിച്ചപ്പോൾ ബീഹാർ സർക്കാർ സ്വന്തം വിഭവങ്ങളിൽ നിന്നും സർവേ നടത്തി. പിന്നീട് നിതീഷ് പാർട്ടി മാറുകയും 2022 ഓഗസ്റ്റിൽ RJDയുടെ നേതൃത്വത്തിലുള്ള മഹാബന്ധുമായി കൈകോർക്കുകയും ചെയ്തു. സർവേയുടെ കണ്ടെത്തലുകൾ 2023 ഒക്ടോബറിൽ പുറത്തിറങ്ങി. തുടർന്ന് സംവരണം 50% നിന്നും 65% ഉയർത്തി. കൂടാതെ WESനും അതിനു മുകളിൽ പ്രായമുള്ളവർക്കും 10% കോട്ടയും ഏർപ്പെടുത്തി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഇതിനകം തന്നെ സർചാർജ് ചുമത്തിയ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ OBC രാഷ്ട്രീയത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ബീഹാർ ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ 112 ജാതികൾ ഉൾപ്പെടുന്ന EBC പിന്നോക്ക വിഭാഗങ്ങളെയും 30 ജാതികൾ ഉൾപ്പെടുന്ന OBCയും ചേർന്ന സംസ്ഥാന ജനസംഖ്യയുടെ 63.13% കണ്ടെത്തി. അതുപോലെ തന്നെ പട്ടികജാതിക്കാർ ജനസംഖ്യയുടെ 19.65%, പട്ടികവർഗക്കാർ 1.68%. സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 15.52% മാത്രമാണ് ഉയർന്ന ജാതിക്കാർ ഉള്ളത്. പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുവാനുള്ള കേന്ദ്രത്തിന്റെ പ്രഖ്യാപനത്തോടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം കാണാൻ കഴിയും. ബീഹാറിലെ ജാതി സെൻസസ് വിഷയം ആദ്യം ഉന്നയിച്ചത് RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവ് ആണെന്നും എന്നാൽ ക്രമേണ അത് ദേശീയ തലത്തിൽ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയെന്നും AN സിൻഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടർ പ്രൊഫസർ DM ദിവാകറും പറഞ്ഞു. ജാതി സെൻസസ് പ്രഖ്യാപിക്കുന്നതിലൂടെ അത്തരമൊരു ആശയത്തെ അനുകൂലിക്കാതിരിക്കുന്നതിലൂടെ മാത്രമേ BJPക്ക് നാശനഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂ എന്നും എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും JDUവിന്റെയും RJDയുടെയും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ നേടുവാൻ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. യാദവ് ഇതര OBC EBC വോട്ടുകളിൽ BJPക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. JDUവിൽ നിന്നും BJPക്ക് ഈ സാമൂഹിക ഗ്രൂപ്പുകളുടെ വോട്ടുകൾ മാറ്റുന്നത് എല്ലായ്പ്പോഴും വളരെ സുഖപ്രദമായ പ്രക്രിയ ആയിരിക്കുകയുമില്ല.